ചേച്ചി എൻ്റെ അമ്മോ എന്താടി നോക്കിയേ ഇത് കണ്ടേച്ചി എത്ര നാളായി ഞാൻ പറഞ്ഞൊരു ചവിട്ടി ഉണ്ടാക്കി തരാനായിട്ട് ആരെങ്കിലും ഇപ്പോൾ കയറി വന്നിട്ടാ നാണക്കേടില്ലേ ചവിട്ടി കീറിപ്പോയത് പോട്ടെ അതിന് പിന്നാലെ ഫിഡോ കടിച്ച് വലിച്ചിട്ട് ഇത് നശിപ്പിച്ചിട്ടുണ്ട് ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിത്താ ഐ ദേഷ്യപ്പെടല്ലേ കൂൾ ഗുരു കൂൾ ഉണ്ടാക്കി തന്നാ പോരെ ചവിട്ടി ഇതേ ഒരുമാതിരി മോഹൻലാലിൻ്റെ ഡയലോഗ് അടിച്ച് എൻ്റെ അടുത്ത് വരും ഡയലോഗ് അടിക്കാൻ ഞാനിവിടെ ഉണ്ട് പോമോളെ ദിനേശി. അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ നിവിക്ക് വേണ്ടിയിട്ട് ഞാൻ ചവിട്ടി ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മുടെ മുടിക്കയർ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ ഇവിടെ ഇതിനെ മുടിക്കയർ എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തെന്നാ പറയാന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇട്ടേറുന്നത് അതിങ്ങനെ പിഞ്ഞി പറഞ്ഞിങ്ങനെ പോണുണ്ട്, പോയി വൃത്തികേടായി. അപ്പോൾ ഞാൻ പഠിച്ചിരുന്നത് എടത്തിരുത്തി സെയിൻറ്റ് ആൻസിലാണ്. അപ്പോൾ അവിടുത്തെ അമ്മമാർ കന്യാസ്ത്രീമാർ പഠിപ്പിച്ചതാണ് എന്നെ ഈ ചവിട്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചവിട്ടി ഉണ്ടാക്കാൻ പോവാം. നോക്കിയാൽ നമ്മുടെ കയറിനെ ഞാൻ അഴിച്ചിട്ട് 6 ലെയറായിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 2 ലെയർ വീതം പിടിച്ചിട്ട് ഇതിനെങ്ങനെ പിന്നിയെടുക്കാൻ പോവുകയാണ്, മെടഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മെടഞ്ഞിട്ട് നോക്കാം. അപ്പോൾ കൂട്ടുകാർ നോക്കിയാൽ ഞാൻ കണ്ട ഈ ലെയറായിട്ട് എടുത്തേക്കണ 6 കയറിനെ ഇതിവിടെ ഒന്ന് പിടിച്ചിങ്ങനെ കെട്ടാൻ പോവുകയാണ് കേട്ടോ. പിടിച്ച് കുടുക്കിട്ട് കെട്ടുക. കണ്ടില്ലേ, ഇങ്ങനെ കെട്ടി ഉറപ്പിക്കാം. അപ്പോൾ കൂട്ടുകാരെ നോക്കിയാൽ നമ്മുടെ കയറിന് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാനിതിനൊന്ന് ചുരുട്ടി ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടെ നിന്നേ നമുക്കിങ്ങനെ മെടഞ്ഞ് വരാനായിട്ട് പറ്റില്ല. അപ്പോൾ അതും കൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ചുറ്റിയിട്ട് മടക്കി വെച്ചേക്കാണേ. അപ്പോൾ നമുക്ക് മെടയണതിനനുസരിച്ച് നീളം കുറയണതിനനുസരിച്ചിട്ട് ഇവിടെ നിന്ന് നീളം വീണ്ടും ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ നിന്ന് മെടഞ്ഞ് തുടങ്ങുകയാണേ. ഇങ്ങനെ അടുപ്പിച്ച് മെടഞ്ഞു കൊടുക്കാം. വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇപ്പോൾ ഇതേമാതിരി പിന്നെടുക്കാനായിട്ട് അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ഇതേപോലെ അങ്ങോട്ട് പിന്നെടുക്കാം. കൂട്ടുകാർ അറിയാത്തവർ ഇതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മെടഞ്ഞു വരുമ്പോൾ അടിയിൽ നമ്മൾ നീട്ടിയിട്ടേക്കുന്ന കയറുണ്ടല്ലോ, അതിങ്ങനെ ചുറ്റ് പണയാണ്ട് അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. അതല്ലാന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ കുറച്ച് നീങ്ങി കഴിഞ്ഞിട്ട് ചിറ്റഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണം അപ്പോൾ തന്നെ അതേമാതിരി ചിറ്റഴിച്ച് കൊടുത്ത് മെടയാൻ നോക്കുക. അപ്പോൾ കൂട്ടുകാർ നോക്കിയാൽ ഞാൻ ഇത് നല്ലോണം മെടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 2 സൈഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതൊന്നും ഇങ്ങനെ പിന്നി പറഞ്ഞ് കാണാത്ത വിധത്തിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യാം. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ ഈ മെടഞ്ഞതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ കോർത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ട വേറെ ഇതൊന്നും ഇല്ലാണ്ട് ഇത് നല്ല ലോക്കായി. ഇതാണ് കേട്ടോ ചാക്ക് സൂചി. ഇതിന് 5 രൂപയാണ് വരുന്നത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയതാണ്, പക്ഷെ ഞാൻ വാങ്ങിച്ചപ്പോൾ 5 രൂപയായിരുന്നു. അപ്പോൾ കൂട്ടുകാർ നോക്കിയേ, നമ്മുടെ സൂചിയിലേ ചാക്ക് സൂചിയിൽ ഞാൻ കയറ് നോക്കിയാൽ 2 ലെയറായിട്ടുള്ള കയറാണ് നമുക്കുള്ളത്. അതിൻ്റെ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് കണ്ട ഒറ്റ ലെയറാണ് കേട്ടോ അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കണത്. ഇതിങ്ങനെ കോർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റത്ത് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സൂചി കോർത്തെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ അതിങ്ങനെ ഊരിപ്പോരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുക. നോക്കിയാൽ നമ്മുടെ കയറിൻ്റെ അറ്റം ഉണ്ടല്ലോ, നമ്മൾ നല്ല നീറ്റാക്കി വെച്ച നമ്മുടെ കയറിൻ്റെ അറ്റത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ കോർത്ത കയറിനതാ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ കെട്ടിയേക്കുന്ന ഈ മെടഞ്ഞ കയറുണ്ടല്ലോ, അതിനെ ഇതും കൂടെ അതിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ഈ ലെയറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഇപ്പുറം ചുറ്റി വരുന്ന ഈ ലെയറിനെ ഒന്ന് കുത്തിയെടുക്കാം. ഇങ്ങനെ കോർത്തെടുക്കാം. ഒന്നുകൂടെ ചുറ്റിക്കുക. പരന്ന് തന്നെ കിട്ടണം കേട്ടോ. അതായത് ഇങ്ങനെ വെച്ച് കൊടുക്കരുത്, ഇതിങ്ങനെ വരണം. നോക്കിയ കൂട്ടുകാരെ, ഇത്രയ്ക്ക് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ മൊത്തം ചുറ്റി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചവിട്ടീനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ കൂട്ടുകാർ, നോക്കിയേ കണ്ടില്ലേ. ഇനി ഇതിന്മേൽ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടേ നമ്മുടെ സാധാരണ നമ്മുടെ ക്ലോത്ത് ഉണ്ടല്ലോ അതിന് ഞാൻ ചുറ്റും വെച്ചതാ ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവും. ഞാനപ്പോൾ അത് തുന്നി പിടിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു കോട്ടൻ്റെ തുണിയാണ്. കോട്ടൻ്റെ തുണി വെച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പഴയ ഇത് തുണിയാണെങ്കിൽ എടുക്കാം. കണ്ടത് എൻ്റെ പഴയ ലെഗിൻസിൻ്റെ തുണിയാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ തുണി ഇങ്ങനെ ഒരു ഓട്ട വരില്ലേ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ നമ്മുടെ ചവിട്ടിയുടെ റൗണ്ട് അതിങ്ങനെ ഈ കളർ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ ത്രെഡ് അല്ലാണ്ട് എടുത്തേക്കുന്നത് നൈലോൺ ത്രെഡാണ്. ഇത് നമ്മൾ ഈ വലക്കാരൊക്കെ കെട്ടുന്ന പോലത്തെ നൈലോൺ ത്രെഡാണ്. അപ്പോൾ ഇതേമാതിരത്തെ പ്ലാസ്റ്റിക് ടൈപ്പ് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചവിട്ടി തുടങ്ങുമ്പോഴൊക്കെ പൊട്ടിപ്പോകും കേട്ടോ. ഞാൻ എന്താ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഇതുമ്പോൾ തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ. എന്താ ഞാനിതിങ്ങനെ വെച്ചിട്ട് ഈ നൂല് വെച്ചിട്ട് അതിങ്ങനെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വേഗം ഒന്ന് തയ്ച്ചെടുക്കാം. തയ്ച്ചിട്ട് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നോക്കിയേ, ഇതാണ് നമ്മുടെ ചവിട്ടിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ പിങ്ക് കളർ ഇതുമ്മലേക്ക് വന്നേക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട്. അതേമാതിരി നമ്മൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഏത് കളർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാലും ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാവരും കൂട്ടുകാരും ഇതുമാതിരി ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് വേറൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. അനിയത്തിയുടെ ഫോണിലേക്ക് വിളിച്ച് ശല്യം ചെയ്തിരുന്ന ഒരു സാമൂഹ്യ വിരുദ്ധൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അയാളെ പിടികൂടി. മലപ്പുറത്തുള്ള ആളാണ്. ഒരു കുടുംബമുണ്ട്, ഒരു മോനുണ്ട്, 13 വയസ്സുള്ള ഒരു മോനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ നമ്മൾ പബ്ലിഷ് ചെയ്യണില്ല. അപ്പോൾ അയാൾക്ക് നമ്മൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ കാട്ടൂർ പോലീസ്, എൻ്റെ സ്വന്തം കാട്ടൂർ പോലീസുകാരോട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. CI സാറ്, SI സാറ്, എസ്പെഷ്യലി ശബരി സാറിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്ത് 3 ദിവസത്തിനുള്ളിൽ പ്രതിനെ അവർ കണ്ടുപിടിച്ച് നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്നു. നമുക്ക് വേണ്ട അവനെതിരെ നമ്മൾ നടപടി സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു, പോലീസിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ച കൂട്ടുകാർ പോലെയുണ്ട്. 100% വിശ്വാസമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ പ്രൂവ് ചെയ്യുകയാണ്. നമ്മുടെ നിയമപാലകർ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങൾക്ക് നീതി നടപ്പാക്കി തന്നു. അപ്പം ആർക്കും ഇനിയൊരു സംശയം വേണ്ട, നമ്മുടെ നിയമപാലകർ നമ്മളുടെ ഒപ്പം തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാണ് കേട്ടോ. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി, പഞ്ചബാണ ദൂതിയായി നിൻ അരികിലെത്തി, ചഞ്ചലേ നിൻ വിഭജിക തൊട്ടുണർത്തി, ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരുത്തേക്കും. ടാറ്റാ.